ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ലൈവ് അപ്ഡേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് 7 ആരംഭിച്ചിരിക്കുകയാണ്. ലാലേട്ടൻ എത്തി. അപ്പം ഇന്ന് നമ്മളെ കാണിക്കുന്നത് ലൈവായിട്ട് നമുക്ക് വീടാണ് കാണിക്കുന്നത്. അങ്ങനെ ലാലേട്ടൻ മുണ്ട് ഉടുത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത്. മുണ്ട് ഇതുവരെ മടക്കി കുത്തിയിട്ടില്ല. എപ്പോഴാണ് മടക്കി കുത്തുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും വീട് അതിമനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. റൂമും അതുപോലെ തന്നെ ലിവിങ് ഏരിയയും എല്ലാം നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തേതിലും വ്യത്യസ്തമായിട്ട് റൂമുകൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം ഒരൊറ്റ റൂം മാത്രമാണുള്ളത്. എല്ലാവർക്കും കൂടി 20 പേർക്കും കൂടി ഒരൊറ്റ റൂമാണ് ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം 4-5 റൂമുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം ഒരേ ഒരു റൂമാണുള്ളത്. അതുപോലെ തന്നെ ലിവിങ് ഏരിയ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ചെറുതായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബിഗ് ബോസ് എന്താണേലും സൗണ്ട് നൽകുന്ന ബിഗ് ബോസ് ഏതായാലും മാറിയിട്ടുണ്ട്, പുതിയ ആളാണ്. അതുപോലെ കൺഫെഷൻ റൂമിൽ പോയിട്ട് ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസുമായിട്ട്. ബിഗ് ബോസ് ആ 7ൻ്റെ പണിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഒരു പണിപ്പുര എന്ന പേരിൽ ഒരു പണി കൊടുക്കുന്ന കാര്യം പറഞ്ഞത്, ഒരു പണിപ്പുര എന്ന രീതിയിൽ ഒരു പണിപ്പുര പണിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പ്രാവശ്യം വരുന്ന ആളുകളുടെ എല്ലാം ബാഗുകളും അവിടെ പിടിച്ചു വെക്കും. അതിനുശേഷം അവരെ കൊണ്ട് എന്തെങ്കിലും ടാസ്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും ഒരുപക്ഷെ അവർക്ക് ഉള്ളിലേക്ക് സാധനങ്ങളൊക്കെ കൊടുക്കുക. അങ്ങനെയാണ് ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എന്ത് സാധനം കൊണ്ടുവന്നാലും അതെല്ലാം അവരെന്ത് സാധനം ആണോ കൊണ്ടുവരുന്നത് അതിലൊരു സാധനം പോലും അവർക്ക് കൊടുക്കത്തില്ല. അത് കൊടുക്കുന്നെങ്കിൽ വേറെ പണിയാണെന്നാണ് പറയുന്നത്. അതുപോലെ ലാലേട്ടൻ പറഞ്ഞിരിക്കുകയാണ്, ഇപ്രാവശ്യം കളിയല്ല, കളിക്കാരെ വിറപ്പിക്കുന്ന പണിയാണ് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ എല്ലാവരും എല്ലാ സീസണിലും ഒരു മാസ്ക് ഇട്ടാണ് ഉള്ളിലേക്ക് വരുന്നത്. ഈ പ്രാവശ്യം ആ മാസ്ക് കീറുന്ന രീതിയിലാണ് ലാലേട്ടൻ പണി കൊടുക്കാൻ പോകുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. എന്താണെങ്കിലും കൂടുതൽ അപ്ഡേഷൻ ആരാണ് ആദ്യം വീടിനുള്ളിലേക്ക് കയറുന്നതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം.